ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ. ശ്രീ ആർ വി ബാബു, നോക്കൂ, സംസ്ഥാന തലം വരെ എത്തിയ ഒരു നാടകം, ആ വീരനാട്യത്തിൻ്റെ വീര്യമൊക്കെ ഇപ്പോൾ ചോർന്നുപോയി. എങ്കിലും ഈ കുട്ടികളെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴച്ചത് എന്നൊരു ചോദ്യമില്ലേ? കാരണം ഞങ്ങൾക്ക് സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കാമല്ലോ എന്നാഗ്രഹിച്ചിരുന്ന കുട്ടികൾ, അവരുടെ അഭിനയ മികവിനുള്ള ശ്രമം, അതൊക്കെ കൂടിയല്ലേ ഇത്തരമൊരു ഇതിവൃത്തം കൊണ്ടുവന്ന് ഈ അധ്യാപകൻ നശിപ്പിച്ചത്? ഈ വീരനാട്യം എന്നുള്ള നാടകം അവതരിപ്പിച്ച അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകൻ യഥാർത്ഥത്തിൽ വലിയൊരു ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്. അതായത് തെറ്റായ ഒരു പ്രമേയത്തിലൂടെ ഈ ഒരു തരത്തിലും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവരുടെ പ്രതിഭ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ളത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. താൻ ഉദ്ദേശിച്ച കാര്യം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് അധപ്പതിച്ച ഒരു രീതിയിൽ അധ്യാപകൻ പെരുമാറി എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഇദ്ദേഹം വലിയൊരു കുറ്റം ചെയ്തിരിക്കുകയാണ്. കുട്ടികളോട്, പൊതുസമൂഹത്തോട് മാത്രമല്ല, ഈ ഭാരതീയ സംസ്കൃതിയോട് മാത്രമല്ല, ഈ നാടകം അവതരിപ്പിച്ച അവരുടെ പ്രതിഭ, ആ പ്രതിഭയോട് തന്നെ വലിയൊരു അപരാധം ചെയ്തിരിക്കുന്നു ഇദ്ദേഹം ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത കുറ്റം. ഈ അധ്യാപകൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. യഥാർത്ഥത്തിൽ ആ കുട്ടികളോട് മാപ്പ് പറയണം. അവരുടെ പ്രതിഭയെ തെറ്റായി ഉപയോഗിച്ച്, തെറ്റായ രീതിയിൽ കുട്ടികളെ ഉപയോഗിച്ചതിന് ഈ അധ്യാപകൻ മാപ്പ് പറയണം. ഉചിതമായ ശിക്ഷാ നടപടികൾ ഈ അധ്യാപകനെതിരെ എടുക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാവണം. ശ്രീ ആർ വി ബാബു, അതായത് ഗുരുതരമായൊരു കുഴപ്പമാണ് ഉണ്ടാക്കുന്നത് ഈ അധ്യാപകൻ. കാരണം കുട്ടികളാണ്, അവർക്കൊരു പക്ഷേ അഭിനയിക്കേണ്ട കഥാപാത്രങ്ങളുടെ ആഴം അറിയണമെന്നില്ല, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ ഇങ്ങനെയാണെന്ന അറിവ് ആഴത്തിലുണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികളെ, അവരുടെ രക്ഷാകർത്താക്കളെ, ആ സ്കൂളിനെ ആകെ പറ്റിക്കുകയായിരുന്നു, വലിയൊരു വിവാദമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ അധ്യാപകൻ ചെയ്തത് എന്ന് വേണമെങ്കിലും കരുതാം. തന്നെ തികഞ്ഞ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെയാണ് ഈ നാടകം തയ്യാറാക്കിയിട്ടുള്ളത്, സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. തന്റെ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പാക്കാൻ അദ്ദേഹം കുട്ടികളെ ഉപയോഗിക്കുകയായിരുന്നു. കുട്ടികൾക്ക് ഊർമിള ആരാണ്, ഈ പറയുന്ന ദ്രൗപദി ആരാണ്, അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയിട്ടൊന്നും കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഈ അധ്യാപകൻ ആ കുട്ടികളെ കൊണ്ട് അസഭ്യം പോലും പറയിപ്പിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. ഈ നാടകത്തിന്റെ പേരിൽ ആ കുട്ടികളെ കൊണ്ട് അസഭ്യം പോലും പറയിപ്പിച്ചു ഈ അധ്യാപകൻ. അപ്പൊ ഞാൻ പറയുന്നത്, ഇദ്ദേഹം ഒരു അധ്യാപകനായിട്ട് ഇരിക്കാൻ പോലും യോഗ്യനല്ല. നമ്മുടെ നാടിന്റെ സംസ്കൃതിയെ, നമ്മുടെ നാടിന്റെ പൈതൃകത്തെ അവഹേളിച്ചു എന്ന് മാത്രമല്ല, കുട്ടികളെ കൊണ്ട് അതിനെതിരെ അസഭ്യം പറയിപ്പിക്കുന്ന രീതിയിലേക്ക് വരെ എത്തിച്ചു. ക്രിയാത്മകമായ, സർഗാത്മകമായ വിമർശനങ്ങൾ നമുക്ക് സ്വാഗതം ചെയ്യാം, അതിൽ തെറ്റില്ല. പക്ഷേ ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ളത് തന്റെ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ അധ്യാപകൻ ഉപയോഗിച്ചു എന്നുള്ളത് ഈ അധ്യാപകന് ഏതെങ്കിലും തീവ്രവാദ സംഘടനയായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് അന്വേഷിക്കേണ്ടതാണ്. യെസ്, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം ഒരു അധ്യാപകൻ വെറുതെ അങ്ങ് രാമായണത്തെയും മഹാഭാരതത്തെയും അധിക്ഷേപിക്കുക, കുട്ടികളെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കുക, സ്ത്രീവിരുദ്ധമായ ഡയലോഗുകൾ എഴുതിയുണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് അനുവദിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നതാണെന്ന് തോന്നുന്നതേയില്ല. അജണ്ടയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ ഇടത് ജിഹാദി സംഘടനകൾ ആസൂത്രിതമായി ഹൈന്ദവ ബിംബങ്ങളെ ആക്ഷേപിക്കുക, അവഹേളിക്കുക, ഹിന്ദു സമൂഹത്തെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുക, നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ അവഹേളിക്കുക. ഇപ്പൊ ഭാരതാംബ, ഗുരുപൂജ, ഇതൊക്കെ അവഹേളിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ നാടിനെ ഐക്യത്തോടെ നിലനിർത്തുന്ന സാംസ്കാരിക ബിംബങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഈ പറയുന്ന ഇടത് ജിഹാദി സംഘടനകൾ. അവരുടെ ചട്ടുകമായിട്ടോ അവരുടെ കോടാലിക്കൈ ആയിട്ടോ പ്രവർത്തിച്ചു ഈ അധ്യാപകൻ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഈ അധ്യാപകന് ഒരു കാരണവശാലും കുട്ടികളെ പഠിപ്പിക്കാനുള്ള അർഹതയില്ല, യോഗ്യതയില്ല. ഇയാൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി എടുക്കാൻ മാനേജ്മെന്റ് തയ്യാറാവണം. അതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതായത് മാപ്പ് പറഞ്ഞാലൊന്നും അവസാനിപ്പിക്കേണ്ട കാര്യമല്ലിത്. ഈ അധ്യാപകന് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം മാനേജ്മെന്റ്. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത്. ഇവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗുരുപൂജ നടത്തിയതിന്റെ പേരിൽ, ഗുരുവന്ദനം നടത്തിയതിന്റെ പേരിൽ സ്കൂളിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക, വന്ദേമാതരം ഗാനം പാടിയതിന്റെ പേരിൽ സ്കൂളിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന നാടാണിത്. സ്വന്തം രാജ്യത്തെ
വന്ദിക്കുന്നത് തെറ്റാണ് എന്നും സ്വന്തം ഗുരുവിനെ വന്ദിക്കുന്നത് തെറ്റാണ് എന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഇടത് ജിഹാദി സംഘടനകളുടെ സ്വാധീനം അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനത്തിലാണ് യഥാർത്ഥത്തിൽ കേരളം നിലനിൽക്കുന്നത് ഇപ്പോ. അതിന്റെ ഉദാഹരണമാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. മറിച്ച് ഇവിടെ മറ്റൊരു ഇല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിക മതസങ്കല്പങ്ങളിലെ സ്ത്രീ സങ്കല്പത്തെ സംബന്ധിച്ച് ഒരു നാടകം രചിച്ച് അവതരിപ്പിക്കാൻ ഇവരാരെങ്കിലും തയ്യാറാവോ? അതിന് സാധിക്കുമോ അവർക്ക്? മുഹമ്മദ് നബിയെയും ഈ സ്ത്രീകളും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു നാടകം രചിക്കാൻ സാധിക്കുമോ? അങ്ങനെ രചിക്കണമെന്നോ അത് പ്രചരിപ്പിക്കണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അത് ഒരു വിശ്വാസികളുടെ വിശ്വാസ ലംഘനമായിട്ടാണ് ഞാൻ പറയുക. പക്ഷേ ഇത് ഏകപക്ഷീയമായിട്ട് ഹിന്ദു സമൂഹത്തിന് നേരെ മാത്രം വരുമ്പോൾ നമുക്ക് മറുചോദ്യം ചോദിക്കേണ്ടി വരികയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് രണ്ടു ഭാഗത്തും നടന്നാൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അപ്പുറത്ത് അത് ചെയ്യാൻ ഭയപ്പെടുകയും ഇപ്പുറത്ത് യഥേഷ്ടം തങ്ങളുടെ ലക്ഷ്യം നടപ്പാക്കുകയും ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ശ്രീ ആർ വി ബാബു, ഈ ഇത്തരമൊരു നാടകം ആശയത്തിൽ വരുമ്പോൾ തന്നെ പലവട്ടം ചിന്തിക്കേണ്ടി വരില്ലേ? അപ്പോൾ ഉറപ്പായും ഉന്നം വച്ചു ഇതിങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു ഹൈന്ദവ സമൂഹത്തെ അവഹേളിച്ചാൽ ചോദിക്കാൻ ആരും ഉണ്ടാകില്ല. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചിന്തിക്കാതെ ഇങ്ങനെയൊരു ഇതിഹാസ കഥാപാത്രങ്ങളെ എടുത്ത് അവഹേളിക്കാൻ ശ്രമിക്കില്ലല്ലോ. നമുക്കറിയാം, കലയ സാഹിത്യം അതുപോലുള്ള കാര്യങ്ങളിലൂടെയാണ് ഈ ആശയ പ്രചരണങ്ങൾ നടക്കുക. അത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഒക്കെ പ്രചരിച്ചിട്ടുള്ളത് കലയിലും സാഹിത്യത്തിലൂടെയാണ്. ഈ കലയിലെയും സാഹിത്യത്തിലൂടെയുള്ള പ്രചരണം ഈ വൈകാരികമാണ്, കാൽപ്പനികമാണ്. അത് പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. സിനിമകളായാലും നാടകങ്ങളായാലും പാട്ടായാലും അതേപോലുള്ള കാര്യങ്ങൾ ഈ കലയെയും സാഹിത്യത്തെയും തങ്ങളുടെ ഗൂഢലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ വികടനിലൂടെ ആയാലും ഈ പറയുന്ന സാഹിത്യ ഈ നാടക കൃത്തുകളും ഒക്കെ ചെയ്യുന്നത് ഹൈന്ദവ സംസ്കാരത്തിന്റെ മാനബിന്ദുക്കളെ അവഹേളിക്കുന്ന, അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സർഗസൃഷ്ടികൾ ഉണ്ടാക്കി അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കലയിലൂടെയും സാഹിത്യത്തിലൂടെയും അത് എളുപ്പത്തിൽ യുവാക്കളുടെ ഇടയിലേക്ക് ചെല്ലും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അവരുടെ ആസൂത്രിതമാണിത്, വളരെ ആസൂത്രിതമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ എത്ര കണ്ട് ഇനി അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? ശ്രീ ആർ വി ബാബു, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ മറവിൽ എന്തുമാകാമെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി കൂടി ഇതിനെ കാണണ്ടേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അത് എന്തുമാകാം എന്നുള്ളത് ഒരു പക്ഷത്ത്, മറുപക്ഷത്തൊന്നുമില്ല, എന്തുമാകില്ല. ഹിന്ദുക്കളോട് എന്തുമാകാം എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് കാണാം. ഇത് മറ്റേ ഇതര മതവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഇതര വിശ്വാസി സമൂഹത്തോട് അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെ സംബന്ധിച്ചൊന്നും ഒരാളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവിടെ ഒന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് കടന്നു ചെല്ലില്ല. ഹിന്ദുക്കളോട്, ഹൈന്ദവ വിശ്വാസത്തോട്, ഭാരതീയ സംസ്കൃതിയോട് എന്തുമാകാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ശരി, നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്.